കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയും എംഎൽഎയും തമ്മിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ്. ഇടത് തേരോട്ടമുള്ള മണ്ഡലത്തിൽ സിറ്റിംഗ് എംപി UDF എന്നതും BJPയുടെ വോട്ട് വിഹിതത്തിലെ അഭൂതപൂർവമായ വളർച്ചയും ഇക്കുറി ജനവിധി പ്രവചനാതീതമാക്കുന്നു. ഈഴവ സമുദായത്തിന് അടിത്തറയുള്ള മണ്ഡലത്തിൽ സാമുദായിക സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലും അവസാന ലാപ്പിലെ അടിയൊഴുക്കുമാണ് നേതാക്കൾ ഒരുപോലെ ഭയക്കുന്നത്. UDF-നായി സിറ്റിംഗ് MP അടൂർ പ്രകാശും LDF-നായി MLA-യും CPM ജില്ലാ സെക്രട്ടറിയുമായ V ജോയിയും NDA-ക്ക് വേണ്ടി കേന്ദ്രമന്ത്രി V മുരളീധരനും ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിലൂടെ ശ്രദ്ധേയമായ ആറ്റിങ്ങലിൽ തുടക്കം മുതലേ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ തീരദേശ ഗ്രാമീണ മേഖലകൾ ചേരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എല്ലായിടത്തും ഇടത് MLA-മാരാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇടതിന്റെ ഉറച്ച മണ്ഡലമായാണ് ആറ്റിങ്ങൽ നിലകൊള്ളുന്നത്. പക്ഷേ 2008-ൽ മണ്ഡലം രൂപീകൃതമായതു മുതൽ തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പിൽ CPM-നൊപ്പം നിന്ന മണ്ഡലം 2019-ൽ UDF-ലെ അടൂർ പ്രകാശിനെ 38,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിപ്പിച്ചത്. പക്ഷേ 2019-ൽ ശബരിമലയുടെ അടിയൊഴുക്കിൽ ഇടതുകോട്ടയിൽ BJP നേടിയതാകട്ടെ 25% വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ BJPക്ക് A+ മണ്ഡലമാണ്. ഇത്തവണ ഇടതിന്റെയും വലതിന്റെയും വോട്ട് ബാങ്കുകളിൽ കൃത്യമായ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ വോട്ട് വിഹിതം 25%-ൽ നിന്ന് 38 വരെ ഉയർത്താനാകുമെന്നും BJP കണക്കുകൂട്ടുന്നു. ഈഴവ സമുദായത്തിന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ മുസ്ലിം സമുദായവും ദളിത് വിഭാഗവുമാണ് തൊട്ടുപിന്നിൽ. കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല എന്നീ ഈഴവ സ്വാധീന മണ്ഡലങ്ങളിൽ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശ് 5 വർഷക്കാലം മണ്ഡലത്തിൽ ചെയ്ത വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് തേടുന്നത്. ഇടതു സ്ഥാനാർത്ഥി V ജോയി ആകട്ടെ പ്രാദേശിക നേതാവായി വളർന്ന് പിന്നീട് MLA-യും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ ആളാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലെ സൗഹൃദങ്ങളും പ്രവർത്തനങ്ങളും തുണയാകുമെന്ന് ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ശബരിമലയുടെ സ്വാധീനത്തിലൂടെ വോട്ട് മറിഞ്ഞ രീതി ഇക്കുറി ഉണ്ടാകില്ല എന്ന് വിലയിരുത്തുമ്പോഴും കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പണ്ടേ തുടങ്ങിയ പ്രവർത്തനം BJP വോട്ടുകളെ സ്വാധീനിക്കാനാകുമെന്നാണ് കരുതുന്നത്. പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ ആറ്റിങ്ങലിന്റെ വിധി നിർണയിക്കുമ്പോൾ സാമുദായിക വോട്ടുകൾ എങ്ങനെ വിഭജിക്കപ്പെടുമെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. അടിയുറച്ച പാർട്ടി വോട്ടുകൾ 3 മുന്നണികൾക്കും കൃത്യമായി കിട്ടിയാൽ ആറ്റിങ്ങലിലെ ജനവിധി പ്രവചനാതീതമാകും. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.